ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു പിക്കപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൃശ്ചിക മാസമാണ്. അടുത്ത ആഴ്ച 17-ാം തീയതി വൃശ്ചിക മാസം തുടങ്ങുന്ന മലയാള മാസം. ഓക്കെ, ഇപ്പോൾ വൃശ്ചിക മാസത്തിലേക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസുകളാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് വൃശ്ചിക മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തമ്മിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഡെക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻറ്റ്യൂട്ടീവിൽ വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തമ്മിലെടുത്ത ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. വൃശ്ചിക മാസത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. വൃശ്ചിക മാസത്തിലേക്ക് ഗ്രൂപ്പ് 1ന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? വൃശ്ചിക മാസത്തിലേക്ക് ഗ്രൂപ്പ് 1 കളക്ടീവ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്. നമുക്ക് ഹെർമിറ്റ് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മാസം മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, കാരണം നിങ്ങൾ അധിക സമയം നിങ്ങളുമായി ചെലവഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്വസ്ഥമായൊരു മനസ്സ് സ്വസ്ഥമായിരിക്കുക എന്നുള്ളത് ഈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സമയം ഈ മാസം അതിനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറയുന്നു. അപ്പോൾ ഈ എന്താ പറയണ്ടേ, ഈ കൂട്ടുകാരായിട്ടുള്ള പുറത്തു പോക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ, വ്യക്തികൾ, ഇവരൊക്കെ ആയിട്ട് ഒരു അകൽച്ച വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതിനായിട്ട് പരിശ്രമിക്കുക. അതിനാണ് ഈ മാസം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു വളർച്ച, അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ. ഓക്കെ, നമുക്ക് 9 ഓഫ് കപ്സ് ആണ് അണ്ടർലൈൻ എനർജി. അപ്പോൾ നിങ്ങൾ കരിയറിലോ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ധനപരമായിട്ടോ ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി എക്സ്പെക്ട് ചെയ്യാം. ഒരു വളർച്ച, ഒരു പുരോഗതി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണെന്ന് കാണുന്നു. മാത്രമല്ല ഭാവിയെ സംബന്ധിച്ച്, ഓക്കെ, ഇപ്പൊ കരിയറിനായിക്കോട്ടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വളരെ ഒരു ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കാനായി ഈ ഒരു പുരോഗതി അല്ലെങ്കിൽ ഈ ഒരു അഭിവൃദ്ധി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഒരു മൊമെന്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു പുരോഗതിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അത് ഈ ഒരു വൃശ്ചിക മാസത്തിൽ തന്നെ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു യാത്ര, ഒരു റീലൊക്കേഷൻ, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ജോലി മാറ്റം കിട്ടുന്നതായിട്ട്, ചിലപ്പോൾ ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനക്കയറ്റത്തോടു കൂടിയുള്ള ഒരു മാറ്റം, അതിന് സാധ്യത കാണുന്നു. വളരെ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഇത്. ഓക്കെ, പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമായിട്ട് കാണുന്നു. നിങ്ങൾക്കത് കൂടുതൽ ഒരു സ്ഥിരത, ഓക്കെ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊരു സ്ഥിരതയാണ് അത് കൊണ്ടുവരുന്നത് എന്ന് കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Clarify the 8 of Swords. Clarify the 2 of Wands.
Clarify the temperance. ഈ ഒരു മാസം നിങ്ങൾ കുറച്ചും കൂടെ ക്ഷമയോടെ ആയിരിക്കാനും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം, തെറ്റിദ്ധാരണകളാണെന്ന് കാണുന്നു. കാരണം ഈ ഒരു 8 ഓഫ് സോർഡ്സ് കാണിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളാണ്. യഥാർത്ഥത്തിൽ അതൊരു തടസ്സമല്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള തെറ്റായ ചില വിശ്വാസങ്ങൾ, തെറ്റായ ചില ധാരണകൾ, അതിൽ നിന്നുണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ്. ഈ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ചെയ്യാനും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു അക്ഷമരായിട്ട് മാറാനും ചിലപ്പോൾ എന്താ പറയാ, ആ ഒരു മൊമെന്റിൽ ഒരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക, പിന്നീട് അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടൊരു സാധ്യത കാണുന്നു. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഹീലിംഗിലാണ്, റിലീസ് ചെയ്യുന്നതിലാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതൊക്കെ കണ്ടെത്തി അതിനെ റിലീസ് ചെയ്യുന്നതിന് ഈ ഒരു മാസം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത് റിലീസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ആ ഏത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏത് അനുഭവത്തിൽ നിന്നാണോ ഈ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്, ആ നെഗറ്റീവ് തോട്ട് റിലീസ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ആ പാസ്റ്റിനോടും ഗുഡ് ബൈ പറയാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്, മുന്നോട്ട് ഒരു പോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജിയിലും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. ലൈഫിൽ കൂടുതൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നതായിട്ടും ഒരു എന്താ പറയേണ്ട ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഓവർ തിങ്കിങ്, സ്ട്രെസ്, അതിൽ നിന്നൊക്കെ ഒരു പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസെക്യൂരിറ്റീസ് കൃത്യമായി ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ട്രിഗേർഡ് ആവാനും ഫ്രസ്ട്രേറ്റഡ് ആകാനും അതിന്റെ പുറത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയും ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് അതിലൊരു കുറ്റബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത് ഡാറ്റയോട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. നിങ്ങൾ തമ്മിലിത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ വൃശ്ചിക മാസത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് ഈ വൃശ്ചിക മാസത്തിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഈ വൃശ്ചിക മാസത്തിലേക്കായി യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഈ വൃശ്ചിക മാസത്തിലേക്കായി യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്. നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ക്ലാരിഫൈ ദ കിങ് ഓഫ് കപ്സ്. Knight of Cups. Clarify the Knight of Cups. Seven of Pentacles. നിങ്ങളെ എന്തെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് കുറെ നാളായിട്ട് അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്ന ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് ഈ വൃശ്ചിക മാസത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളെടുത്ത ആക്ഷൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങളുടേതായ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്തിട്ട് ആണ് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്, ഓരോ ആക്ഷൻസ് എടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരു കൺവെൻഷണൽ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ എടുത്ത ആക്ഷൻസ്, നിങ്ങളെടുത്ത ഓരോ ഡിസിഷൻസ് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, അത് ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ, അത് എഫക്റ്റീവ് ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന, നിങ്ങൾക്ക് തന്നെ ഒരു തരത്തിൽ യൂണിവേഴ്സ് പ്രൂവ് ചെയ്തു തരുന്നതാണ് ഈ ഗുഡ് ന്യൂസ് വരുന്നതിലൂടെ. ഓക്കെ, നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസത്തിൽ അത് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലോങ് ടേമിലേക്കുള്ള ഒരു പുതിയ തുടക്കം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, അതിലേക്ക് കടക്കുന്നതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസത്തിൽ അവസരങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്വസ്ഥമായ മനസ്സോടെ ആ വരുന്ന അവസരങ്ങളെ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് ഓപ്ഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സ്വസ്ഥമായ മനസ്സോടെ വേണം ആ തീരുമാനത്തിലേക്ക് എത്താൻ. ഒരിക്കലും ധൃതി വെച്ചുകൊണ്ടോ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് മാത്രമോ നിങ്ങൾ തീരുമാനത്തിലെത്താനായിട്ട് പാടില്ല. അത് നിങ്ങൾക്കുള്ള പ്രത്യേകമുള്ള ഗൈഡൻസ് ആണ്. ഇത് ലോങ് ടേമിലേക്കുള്ളതാണെന്ന് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കുറെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ഇത് നിങ്ങൾക്ക് ഒരു തരത്തില് നിങ്ങള് എടുത്ത ഒരുപാട് എഫേർട്ടിന്റെ റിവാർഡ്സ് കിട്ടുന്നതാണ് എന്നും കൂടെ കാണുന്നുണ്ട്. ഈ പുതിയ തുടക്കം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് പോലും നിങ്ങൾ ചെയ്ത എഫേർട്ടിന്റെ റിസൾട്ട് ആണ് എന്നും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് ഏതൊരു മേഖലയിലാണ് നിങ്ങൾക്ക് ഒരു അവസരം നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ആ മേഖലയിൽ തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കത്തിന്, ഒരു റീസ്റ്റാർട്ടിന് യൂണിവേഴ്സ് അവസരങ്ങൾ നൽകുന്നത്. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയണതെന്ന് വെച്ചാൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. ഓക്കെ, വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളായിരിക്കണം ഈ ഒരു വൃശ്ചിക മാസത്തിൽ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു വിശ്വാസം വേണം. അതായത് ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ, മറ്റുള്ളവർ പറയണ കേട്ടിട്ട് അതിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകാതിരിക്കുക. എസ്പെഷ്യലി കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർ പറയുമ്പോൾ അത് സത്യമാണെന്നും അങ്ങനെ വിശ്വസിക്കാനൊന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആണ് നിങ്ങളുടെ വൃശ്ചിക മാസം ആയിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം എന്നുള്ള ഒരു ശക്തമായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കണം. അങ്ങനെ നിലനിർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വളർച്ച കൊണ്ടുവരുന്നതിന്, നിങ്ങൾ എന്ന വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഷിഫ്റ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയാ, അതിനായിട്ട് അവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടെ ഇരിക്കുന്നു അത്രയും യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൃത്യമായി നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒതന്റിക് സെൽഫിലായിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തോടെ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഈ മാസത്തിൽ നടക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് നിലനിർത്താനും പറ്റണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന്, ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഈ ഒരു മാസത്തിൽ. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഒരു വലിയ ഷിഫ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം വൃശ്ചിക മാസത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. വൃശ്ചിക മാസത്തിലേക്ക് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്? വൃശ്ചിക മാസത്തിലേക്ക് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്? ഡെത്ത് കാർഡാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഡെത്ത് കാർഡ്.
Clarify the xylophones. ഓക്കെ, ആദ്യമേ നമുക്ക് കാണുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ നിങ്ങൾ പിന്നാലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വൃശ്ചിക മാസത്തിൽ ആ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു അവസാനം ഉണ്ടാകുകയും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായവും സപ്പോർട്ടും ആ മേഖലയിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായവും സപ്പോർട്ടും ഒക്കെ ലഭിക്കാനായിട്ട് ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ആദ്യമേ നമുക്ക് കിട്ടുന്ന സ്ട്രോങ് മെസ്സേജ്. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനത്തെ സഹായങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളെ സഹായിക്കാനായിട്ട് ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ആ സഹായങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അതിനെ വേണ്ടെന്ന് വെക്കരുത്. കാരണം അത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ആ സഹായങ്ങൾ എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. Clarify the Nine of Swords. Clarify the Ace of Coins. നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം, നിങ്ങളുടെ കരിയറിന്റെ മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം, നിങ്ങൾക്കൊരു എന്താ പറയട്ടെ, കുറച്ചും കൂടി സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള സ്ഥിരതയുള്ള ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് സാധ്യമാവില്ല. ഓക്കെ, ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾ മര്യാദയ്ക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കില്ല. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് ശരിയാവും, ഇങ്ങനെ ചെയ്ത് ശരിയാവും എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി നിർത്തി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു വരുന്നത് കാണാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് എന്താ പറയണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ എടുക്കാൻ സാധിക്കുമോ അത് എടുക്കുക. ഓക്കെ, അത് നല്ലതാണോ, അത് പെർഫെക്റ്റ് ആണോ, അത് ഈ ഒരു ആക്ഷൻ എടുത്താൽ പെട്ടെന്ന് കാര്യം നടക്കും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതിപ്പോ ചെയ്യുക. ഓക്കെ, അതേസമയം യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം. അപ്പൊ അത്രയും സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പോകെ യൂണിവേഴ്സ് കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം എന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് ഇമോഷണലി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നതിന് കാലതാമസം ഉണ്ടാവുന്നതിന് ഇമോഷണലി നിങ്ങൾ അതിലേക്ക് എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊന്നും കമ്പയർ ചെയ്യാനോ അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ ചിന്തകളൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്ന് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നു. വീണ്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയെ പറ്റി സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൃശ്ചിക മാസത്തില് നിങ്ങൾക്കൊരു ലക്ഷ്യം വെക്കുക. ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ ഒരു ലക്ഷ്യം വെക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരൊറ്റ ആക്ഷൻ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് റിസൾട്ട് ഉണ്ടോ നോക്കാതെ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറയുന്നു. കാരണം അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന അലൈൻഡ് ആക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആ ആക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമായിട്ട്, നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് എനർജറ്റിക്കലി കണക്ട് ചെയ്യുകയും അലൈൻ ചെയ്യുകയും അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആ ആക്ഷൻ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക.
നിങ്ങൾക്ക് അതിന്റെ പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആ ആക്ഷൻ എടുക്കുന്നതനുസരിച്ച് ഫസ്റ്റിലേ തന്നെ ഞാൻ പറയില്ല, പക്ഷെ അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ അത് വിശ്വാസത്തോടെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ആ ഒരു നിങ്ങളുടെ ആ ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ്, ഓക്കെ, ചിലവർക്ക് കാര്യമായ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും, ചിലവർക്ക് കുറച്ചും കൂടെ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ വൃശ്ചിക മാസത്തിൽ അത് തുടങ്ങുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. നിങ്ങളോട് സ്പെസിഫിക്കലി അങ്ങനെ നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം, റുട്ടീൻ ഒരു ലൈഫിൽ റുട്ടീൻ ഉണ്ടാകണം. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ചിന്തിച്ച് വേണം ഒരു തീരുമാനങ്ങൾ എടുക്കാൻ. അതായത് ചെലവാക്കുമ്പോൾ, ഓക്കെ, പൈസ ചെലവാക്കുമ്പോഴും ഒക്കെ ഒരു ഒരു എന്താ പറയാ, ഒരു റെക്കോർഡ് വേണം. പൈസ എന്തിനൊക്കെ ചെലവാക്കുന്നു, എത്ര ചെലവാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടൊരു രേഖ ഉണ്ടാവണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ ഒരു പണമിടപാടുകളെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കുകയും ആ പണമിടപാടുകൾ ചെയ്യുന്നതിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് വളരെ അനുകൂലമായിരിക്കും എന്നും കൂടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.